കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിൽ ഞാനൊരു മന്ദപ്പിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. മന്ദപ്പ് എന്ന് പറഞ്ഞാൽ കിളി പാറിയിട്ടിരിക്കുക, അത്രയ്ക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല. ക്രിയേറ്റീവ് എന്നല്ല, വേറെ ഒന്നും എനിക്ക് എൻ്റെ ബെഡിൽ നിന്ന് എണീക്കാനേ തോന്നണില്ല, ഒരു കാര്യം ചെയ്യാൻ തോന്നണില്ല. അങ്ങനെ മൊത്തത്തിൽ കിളി പാറിയിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു കാര്യം നടക്കൂല എന്ന്. അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സംഭവം ഞാൻ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരും, എന്നിട്ട് ഞാൻ മൊത്തത്തിൽ വീഡിയോ ഒക്കെ എടുക്കാനുള്ള പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേനും എനിക്കതിനെ നടക്കണില്ല പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോകും. എന്നിട്ട് വീണ്ടും പഴയ പോലെ അവിടെ കിടന്നിട്ട് സിനിമ കാണാൻ അറിയില്ലത്തോണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും പണി. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് തന്നെ റിഗ്രറ്റ് ആവുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തുനിഞ്ഞങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഒരു വിഷൻ ബോർഡിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് എൻ്റെ റൂം ഇങ്ങനെ വെക്കുന്നത്. അപ്പം മൊത്തത്തിലായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ നമുക്കൊരു എനർജി വരും. ഞാൻ പൊതുവേ എനിക്ക് ഭയങ്കര ഒരു കാര്യത്തിനും ഫോക്കസ് ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ക്ലീൻ ചെയ്യും റൂം, അതൊരു ഒന്നൊന്നര ക്ലീൻ ചെയ്യലേക്ക് ഇറങ്ങും. അങ്ങനെ റൂം മൊത്തം ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് ഉണരും. പിന്നെ എനിക്ക് ഭയങ്കര ഫോക്കസ് ചെയ്യും. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റായി കണ്ടാൽ പിന്നെ എനിക്കെല്ലാം ചെയ്യാനുള്ള ഒരു ത്വരൊക്കെ തോന്നും. അല്ലെങ്കിൽ ഞാൻ വല്ല പെയിൻറ്റിങ്ങും ചെയ്ത് എൻ്റെ മൈൻഡിന് അങ്ങോട്ട് റെഡിയാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് അതുകൊണ്ട് ഞാൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് മൊത്തത്തിൽ റെഡിയാക്കി സെറ്റാക്കി എടുക്കുകയാണ്. എൻ്റെ റൂമൊന്നും നോക്കണ്ട, നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് പ്രോപ്പറായിട്ട് റൂമൊക്കെ വാങ്ങാനുള്ള ഐറ്റംസ് ഒന്നും വാങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലായിട്ടില്ല. മൊത്തത്തിൽ ഞാനൊരു സ്റ്റുഡിയോൻ്റെ സ്പേസ് മാത്രം ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തണം. ബാക്കിയൊക്കെ എൻ്റെ പഴയ ഐറ്റംസ് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനി ഒരു റൂം മേക്ക് ഓവറൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. എനിക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്, ഞാൻ ഫോക്കസ് ആയി കഴിഞ്ഞാൽ ഒന്നൊന്നര ഫോക്കസ് ചെയ്യാറ്, പിന്നെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് സെറ്റായിട്ട് നിൽക്കും. പക്ഷെ ഫോക്കസ് അല്ലെങ്കിൽ അത്രയും അലമ്പ് ഒരു ദിവസം എനിക്ക് വേറെ ഉണ്ടാവില്ല. ദിവസം എന്നല്ല, ചിലപ്പോൾ ആഴ്ചകളോളൊക്കെ ഞാൻ അതുപോലെ ഇരിക്കും. കുളിക്കാൻ നിലക്കലൊക്കെ ഒരു കഥ തന്നെ കാരണം എന്തൊക്കെയോ കാട്ടി രാവിലെ എണീക്കുന്നു, സിനിമ കാണുക അല്ലെങ്കിൽ റീല് തോണ്ടുക, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റൂട്ടീന് പോവാറ്. പക്ഷെ ഫോക്കസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല. പക്ഷെ ഇത് തിരിച്ചു വരുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എൻ്റെ ആ ഫോക്കസിങ് ഒന്ന് സ്പ്രെഡായി പോകുന്നെങ്കിൽ പുറത്ത് പോവുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരിക, ഇതൊക്കെ ചെയ്താലാണ് ഞാൻ ആ ഫോക്കസ് ഒന്ന് വിട്ടു പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തിരിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിലുള്ള പഠിക്ക് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെയുള്ളവരുണ്ടായിരിക്കും, അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ റൂം മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടു. ഇപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ ലാപ്പിൻ്റെ അവിടെ എപ്പോഴും ചെറിയ ചെറിയ എറുമ്പുകൾ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ശല്യമാണ്. ഇനി അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന്. അങ്ങനെ മൊത്തത്തിൽ പാട്ടൊക്കെ കേട്ട് ഒന്ന് റിഫ്രഷായി സെറ്റായി. അപ്പം അത്രയ്ക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.